ഹലോ ഓൾ. അങ്ങനെ നെയ്മർ ജൂനിയർ കളിക്കളത്തിലേക്ക് തിരികെ എത്തിയിരിക്കുന്നു. ഇന്ന് വെളുപ്പിനെ 12:30-ക്ക്, അതായത് ഇന്നലെ രാത്രി എന്ന് വേണമെങ്കിൽ പറയാം, സാന്റോസ് വേഴ്സസ് ടൊറന്റിയൻസ് മത്സരം ഉണ്ടായിരുന്നു. ഞാൻ സാധാരണ ബ്രസീലിയൻ സീരിയ നെയ്മർ കളിക്കുന്ന ദിവസം ഞാൻ സാന്റോസിന്റെ മത്സരങ്ങൾ സാധാരണ കാണാറുണ്ട്. പിന്നെ സാന്റോസിന്റെ ചില മത്സരങ്ങൾ ഞാൻ കാണാറുണ്ട്. അപ്പോ നമ്മൾ അധികം അങ്ങനെ ഫോളോ ചെയ്യുന്ന സാധനമല്ലല്ലോ. പിന്നെ നെയ്മർ വന്ന് കളിക്കുന്നത് കൊണ്ട്, നെയ്മർ അവിടെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇടയ്ക്ക് കാണാറുണ്ട്. കൂടുതലും സാന്റോസിന്റെ മത്സരങ്ങളൊക്കെ വരാറുള്ളത് വെളുപ്പിനെ 3 മണിക്കും 4 മണിക്കും 2:30-ക്കും ഒക്കെയാണ്. അപ്പം നമ്മളിങ്ങനെ അലാമൊക്കെ വെച്ച് എണീറ്റിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയിരുന്നാണ് കാണാറുള്ളത്. അപ്പൊ നമ്മളത് അങ്ങനെ കണ്ടു. പക്ഷെ ഇന്നലെ 12:30-ക്കായിരുന്നു. സോ അത്ര കുഴപ്പമില്ലാത്തൊരു സമയമായിരുന്നു. നമ്മൾ സാധാരണ പ്രീമിയർ ലീഗ് ഒക്കെ ആണെങ്കിൽ കാണുന്ന ഒരു ടൈമാണ്. അപ്പൊ ആ സമയം നമുക്ക് ഓക്കെ ആയിരുന്നു. ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്നൊന്ന് കണ്ടു കളി. അപ്പം എനിക്ക് ഇന്നലെ ശരിയാണ്, ഇന്നലെ നെയ്മർ ഒരു അസിസ്റ്റ് ഒക്കെ ഇട്ടു. ഗബ്രിയേൽ ബാർബോസ ഒരു ഗോളൊക്കെ അടിച്ചു. അപ്പോ ഒരു സമനില ഗോളൊക്കെ അടിച്ചു. നെയ്മറുടെ അസിസ്റ്റ് എന്നൊന്നും പറയാൻ പറ്റൂല. അത് കൂട്ടയുടെ ഇടയ്ക്ക് നെയ്മറുടെ കാലിലെ കൊണ്ട് പാസ് പോയി, അത് ഗബ്രിയേൽ കൊണ്ട് ഗോൾ അടിക്കുന്നതൊക്കെ നമ്മൾ കണ്ടു. അപ്പോ എനിക്ക് ഇന്നലത്തെ മത്സരം കണ്ടിട്ട് എനിക്ക് പറയാനുള്ളത്, നെയ്മർക്ക് പറ്റിയൊരു സ്ഥലമല്ല അത്. സോ നമുക്കറിയാം, നെയ്മർ അവിടെ നിന്നാണ് വളർന്നത്. നെയ്മറുടെ യങ് കാലഘട്ടം മുഴുവൻ അവിടെയായിരുന്നു. സാന്റോസിൽ നിന്നാണ് നെയ്മർ മെയ്ക്ക് ആയത് എന്നൊക്കെ നമുക്കറിയാം. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ, ഇപ്പോഴത്തെ നെയ്മറിന്റെ സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നെയ്മർക്ക് ഒരിക്കലും അനുയോജ്യമായ ഒരു ലീഗേ അല്ല ബ്രസീലിയൻ സീരിയ എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. കാരണം എന്ത് ഇടിയാ അവിടെ നടക്കുന്നേ! വെട്ടും കുത്തും കൊലപാതകവും അല്ലാത്തതെല്ലാം അവിടെ നടക്കുന്നുണ്ട്. അത് ഇനിയിപ്പോ ഇന്നലത്തെ മത്സരത്തിൽ മാത്രമാണോ? നേരത്തെ ഞാൻ കണ്ടുകൊണ്ടിരുന്ന മത്സരത്തിൽ ഇതൊക്കെ ഉണ്ടായിരുന്നോ? ഞാൻ ഈ ഉറക്കം തൂക്കിയിരുന്നത് കണ്ടതുകൊണ്ട് എന്റെ കണ്ണിൽ പെടാഞ്ഞതാണോ? ഞാൻ ഒന്ന് ശ്രദ്ധിക്കാഞ്ഞതാണോ? എന്റെ മൈൻഡ് റീഡ് ചെയ്യാനാണോ? എനിക്കറിയില്ല. പക്ഷെ ഇന്നലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ടുണ്ട്. ഏകദേശം 10-20 ഫൗൾ, 20-25 ഫൗളൊക്കെയാണ് ഒരു ടീം തന്നെ ചെയ്യുന്നത്. ഫൗൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമുള്ളിടത്തും ഇല്ലാത്തടത്തും ഒക്കെ ഫൗളാ. അവര് ബോൾ കാലിലില്ലെങ്കിൽ പോയ അപ്പുറത്ത് കാലിൽ അടിക്കുക എന്നുള്ള പരിപാടിയാ. അപ്പം നെയ്മറെ സംബന്ധിച്ചിട്ട് ഇപ്പം വേൾഡ് കപ്പ് വരാൻ പോകുന്നു. നെയ്മറുടെ ഫോക്കസ് എന്ന് പറയുന്നത് നെയ്മർ വേൾഡ് കപ്പ് കളിക്കുക, വേൾഡ് കപ്പ് അടിക്കുക എന്നുള്ള ഒരു ഫോക്കസിൽ പൊക്കോണ്ടിരിക്കുകയാണ്. പിന്നെ ഇത്രയും പരിക്ക് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കളിക്കാരൻ കൂടിയാണ്. സോ പരിക്കില്ലാതെ എങ്ങനെ വേൾഡ് കപ്പിൽ എത്തിപ്പെടാം എന്നുള്ള ഒരു സാധനമാണ് നെയ്മർ ഇപ്പോൾ ഫോക്കസ് ചെയ്യേണ്ടത്. അപ്പോ നെയ്മർ ഇതേപോലെ ഒരു ലീഗ് കളിച്ചു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല വേൾഡ് കപ്പിന്റെ സമയം വരെ അവന്മാര് നെയ്മറെ അവിടെ നിർത്തുമെന്നുള്ളത്. ആര് എന്ത് ഫൗളാ ചെയ്യുന്നത്! അത് പരസ്പരം അങ്ങോട്ടും കൂടെ ഒരു കാര്യമില്ല. എനിക്കറിയില്ല, ഒരു പ്ലെയർ വന്നിട്ട് ആള് വന്നങ്ങോട്ട് ഇറങ്ങേണ്ടേ ഉള്ളൂ. വന്നപ്പോ തന്നെ ഒരു യെല്ലോ കാർഡ് വാങ്ങി. എന്നിട്ട് ഞാൻ ഒരു യെല്ലോ കാർഡ് കിട്ടി നിൽക്കുകയാണെന്നുള്ള ബോധം പോലും പുള്ളി കാണിക്കുന്നില്ല. അടുത്ത ബോൾ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് പുള്ളിനെ ഒന്ന് കട്ട് ചെയ്തതിന്റെ പേരിൽ മറ്റേ ഒപ്പോണന്റിന്റെ കാലിൽ അടി. അത് അടുത്ത യെല്ലോ റെഡ് കയറി പോയി. അപ്പൊ അതേപോലത്തെ മെന്റാലിറ്റിയിലാണ് അവിടെ ഓരോ പ്ലെയേഴ്സും കളിച്ചുകൊണ്ടിരിക്കുന്നത്. ഫൗൾ എന്നൊക്കെ പറഞ്ഞാല്, ഞാൻ ഇന്നലെ കണ്ട കളി എനിക്ക് തോന്നുന്നു നമ്മുടെ ISL പിന്നെയും ക്വാളിറ്റി ഉണ്ടെന്ന് എനിക്ക് തോന്നിപ്പോയി. അതേപോലത്തെ കളി എന്ന് വെച്ചാൽ കണ്ടം കളി പോലെ. അവിടെ ചില ബ്രസീലിയൻ സാധനങ്ങളൊക്കെ വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്, ജിങ്ക എന്നൊക്കെ പറയുന്ന പോലത്തെ ചില ടച്ചസും സാധനങ്ങളൊക്കെ വരും. പക്ഷെ എന്നാലും നമുക്ക് ഒരു രീതിയിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ചില കൂട്ടപ്പൊരിച്ചിലുകളും കൂട്ടയാടികളും ഒക്കെ നടക്കുന്നു. നമ്മളിലെ വെള്ളം പൊങ്ങുന്ന സമയത്ത് നമ്മുടെ പാടത്ത് നമ്മൾ ബോളും മേടിച്ചോണ്ട് ഇറങ്ങത്തില്ല. ആ പരിപാടി പോലെ പല പോർഷനിലും എനിക്ക് ഫീൽ ചെയ്തു എന്നുള്ളത് ഒരു സത്യമാണ്. അപ്പം നെയ്മറെ സംബന്ധിച്ചിട്ട്, കളിയെ പറ്റിയിട്ട് ഇതൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നെയ്മറെ സംബന്ധിച്ചിട്ട് നെയ്മർക്ക് പറ്റിയൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നെയ്മറുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ വെച്ചിട്ട് സീരിയ നെയ്മർക്ക് പറ്റിയ സ്ഥലമല്ല. അത് നെയ്മർ മനസ്സിലാക്കിയാൽ നല്ലത്. ഓക്കെ, താങ്ക് യു.